ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. ഉരുളൻകിഴങ്ങും ബ്രെഡും കൊണ്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 മീഡിയം സൈസായിട്ടുള്ള ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രെഡ് ഉണ്ടല്ലോ അതൊന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത പീസ് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഉരുളൻകിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇത് കഷ്ണാക്കിയിട്ട് പുഴുങ്ങരുത് കേട്ടോ. ഇത് ഒന്നിച്ച് പുഴുങ്ങിയിട്ട് വേണം നമ്മൾ തൊലി കളഞ്ഞെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൽ വെള്ളം കയറും. അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഉരുളൻകിഴങ്ങൊക്കെ ഞാനിവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൊടിച്ചത്, അതൊന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കാം. കുറച്ച് വെള്ളത്തിലൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് മുക്കിയെടുക്കുകയാണ്. ഇനി കയ്യിൽ വെച്ചിട്ടൊന്ന് ഈ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് അമർത്തിയെടുക്കുക. വെള്ളം തീരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അമർത്തി ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കയ്യിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് റോളാക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കയ്യിൻ്റെ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ അതിൽ ഈ ഒരു റോൾ ഇട്ടിട്ടൊന്ന് മുക്കിയെടുക്കണം. ഒന്ന് എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നമുക്ക് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം തന്നെ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എങ്കിലേ ഇതൊന്ന് കവർ ആവുള്ളൂ കേട്ടോ. നമ്മുടെ ആദ്യത്തെ റോള് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതേപോലെ നമ്മളിതൊന്ന് മുക്കിയെടുത്ത് നേരത്തെ ചെയ്ത അതേപോലെ ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഈ റോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇതൊരു സൈഡ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊട്ടാറ്റോ റോള് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ കണ്ടല്ലോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.